ജെനിസ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നല്ലൊരു ഞായറാഴ്ച, സെപ്റ്റംബർ 5. സെപ്റ്റംബർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെന്റഗൺ ടവർ തകർത്തു ഒരു മാസം, ഏകദേശം സെപ്റ്റംബർ 11 എന്നറിയാം. ഇതിപ്പോ പെന്റഗൺ ടവറിനേക്കാൾ ശക്തമായ ഒരു ടവറിനെ തകർക്കുന്ന ഒരു വേദനയിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, വിശ്വാസികൾ നിൽക്കുന്നത്. ഒരു ഇടയന്റെ ഇടയ ലേഖനം ആഗോള കത്തോലിക്ക സഭ യുടെ തലവനായ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് സിനഡ് കൂടി ആ സിനഡിലെടുത്ത ഒരു തീരുമാനത്തെ ഇടവകളിൽ വായിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ആ വായിക്കുന്ന ഒരു ദിവസം ഇന്ന് വളരെ വേദനകരമായ ഒരു സംഭവം വെച്ചെങ്കിൽ ആലുവയിൽ നടന്ന, നമ്മളിപ്പോ ടിവിയിലൂടെ ഇന്നിപ്പം ഉപഗ്രഹ ചാനലുകളെല്ലാം ആഘോഷിച്ച് കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്ത്യാനികൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ആഘോഷിക്കുകയാണ്. അച്ഛന്റെ ആയിരിക്കാം, കന്യാസ്ത്രീ ആയിരിക്കാം, പിതാക്കന്മാരായിരിക്കാം, ആത്മാരായിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ. ഇതിപ്പം എന്റെ പുഴ ഏറ്റവും വലിയ പുഴ. ഇന്ന് ആ ഇടയലേഖനം വായിക്കാൻ നിൽക്കുമ്പോഴാണ്, അതും കുർബാനയ്ക്ക് മധ്യേ വായിക്കാൻ നിൽക്കുമ്പോഴാണ് ഇന്ന് ഒരു കൂട്ടം, ആരാ ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ അറിയുന്നില്ല, ഒരു കൂട്ടം വ്യക്തികള് ആ അൽത്താരയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്ന ആ ഒരു മേഖലയാണ് വിശുദ്ധ കൂദാശ അല്ലെങ്കിൽ കുർബാന. ആ കുർബാനയ്ക്ക് മധ്യയുള്ള ആ പ്രസംഗത്തില് അല്ലെങ്കിൽ ആ മധ്യയുള്ള ഇടയലേഖനം വായിക്കുമ്പോൾ അവർക്ക് കയറി വന്ന് മൈക്കും അല്ലെങ്കിൽ അച്ഛനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒന്ന് അടിച്ചു നോക്കിക്കേ. ഇത്രമോ ലോകം മുഴുവൻ, ആഗോള കത്തോലിക്ക സഭ മുഴുവനായി പരിശുദ്ധമായി കരുതുന്ന ആ ബലിപീഠത്തിന്റെ മുന്നിൽ കയറി മുദ്രാവാക്യം വിളിച്ച് ഇത് വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വലിയൊരു സംഭവം ആലുവയിലുണ്ടായി. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടയലേഖനം വായിക്കാൻ കൊടുക്കുമ്പോൾ ശരിയോ തെറ്റോ അവിടെ കിടക്കട്ടെ എന്നേ, സഭയെ അനുസരിക്കുന്ന നമ്മള് അല്ലെങ്കിൽ സഭാ പിതാക്കന്മാരെ അനുസരിക്കുന്ന നമ്മള് ഇത് ഇത്രയും വേദന, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പെന്റഗൺ തകർത്തേക്കാൾ വേദനയായിരുന്നു ഇന്ന് വിശ്വാസികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശ്വാസികളുടെ വലിയൊരു വിശ്വാസത്തിന്റെ വലിയൊരു തലാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ കുർബാനയ്ക്ക് മധ്യ കയറി വന്ന് ഇങ്ങനെ തകർക്കുമ്പോഴുണ്ടല്ലോ, എന്റെ ദൈവമേ, എത്ര അമ്മച്ചിമാര് അപ്പച്ചന്മാര്, എത്ര പേര് പരിപാവനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുണ്യസ്ഥലത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്ന് ഓർക്കണം, ഇത് കുത്തുന്നത് യേശുക്രിസ്തു പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് വീണ്ടും കുരിശിൽ തറച്ച് കൊല്ലുക എന്ന് പറയുന്നുണ്ടോ, അതേപോലെ വീണ്ടും കുരിശിൽ തറച്ച് കൊല്ലുക മറ്റു മതസ്ഥരൊക്കെ കണ്ടുകൊണ്ട്. ഒരു വിഷയം നമ്മുടെ സഭയിൽ കടന്നു വരുമ്പോൾ ആ വിഷയത്തെ ഒതുക്കാതെ അല്ലെങ്കിൽ ആ വിഷയത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാതെ അല്ലെങ്കിൽ അംഗീകരിക്കാതെ ഇത്രമാത്രം പരസ്യമായി ടിവികളിലൂടെയും ഉപഗ്രഹ ചാനലിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത് വലിയൊരു തരംഗമാക്കി മാറ്റാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഇത്രമാത്രം തരംഗമുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇന്ന് ഈ ഒരു ചെറിയ കാര്യം അത് വിശ്വാസികൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകാം, വേദന ഇല്ലാത്തവരുണ്ടാവാം, എന്താവട്ടെ. പക്ഷെ ഇത് ഇന്നും നടന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവര്, ആ ഇടവകയിൽ നിന്നും എല്ലാത്തവരും ഇതിൽ കടന്നു വന്നു എന്ന് പറഞ്ഞു. ഇറങ്ങി പുറപ്പെട്ട ദൈവം മക്കളെ, നീ ക്രിസ്ത്യാനി ആണെങ്കിലും ആരെങ്കിലും, നീ ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും നീ ചെയ്തത് അത് യേശു ക്രിസ്തുവിന്റെ ആ ശരീരഭാഗത്ത് അല്ലെങ്കിൽ ശരീരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ രക്തം ഉണ്ടാകുന്ന ആ പുണ്യസ്ഥലത്ത് കയറാൻ പോലും ദൂതന്മാർ പോലും കയറാൻ ഭയപ്പെടുന്ന പുണ്യസ്ഥലത്താണ് ഈ ആക്രമണം കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരും ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടവരും എല്ലാവർക്കും വേണ്ടി ഈ ആത്മായരും അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.